ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിംഗ്സ് ബുക്ക് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ആസ് വെൽ as സെയിൽസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 അവിടെ പിക്ക് എ കാർഡ് റീഡിങ്സ് ഇടാറുണ്ട്, കണ്ടു നോക്കുക. ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും? ഇന്നത്തെ ദിവസം പ്രേക്ഷകർക്ക് ദൈവ അനുഗ്രഹമുള്ള ഒരു ദിവസമാണ്. ഓക്കെ, സോ മൈറ്റ് ബി നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു കാര്യം ഇന്നത്തെ ദിവസം നടക്കുന്നതായിരിക്കാം. ഓർ എൽസ് നിങ്ങൾ ഒരിക്കലും ഈ ഒരു കാര്യം എന്താണോ ആ സിറ്റുവേഷൻ നിങ്ങളുടെ ഫേവറിൽ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം പോലും നിങ്ങളുടെ ഫേവറിൽ നടക്കുന്നതായിട്ട് പ്രേക്ഷകർക്ക് കാണാം. ചില പ്രേക്ഷകർക്ക് അവരുടെ മാനിഫെസ്റ്റേഷൻ സ്കിൽസ് മറന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, മൈറ്റ് ബി നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഓർമ്മപ്പെടുന്ന ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. പ്രേക്ഷകരോട് പറയുന്നത് ഏറെ ആൾക്കാരോട് ഇടപെടൂ. ഓക്കെ, അത് നിങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങളുടെ സ്വന്തം സെൽഫ് ആയിക്കോട്ടെ, ഏറെ ആൾക്കാരോട് ഇടപെടാൻ ശ്രമിക്കൂ. ഓക്കെ, പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കൂ. ഏസ് ഓഫ് വാൻസ് പറയുന്നത് പുതിയ അറിവ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഡിവൈൻ ബ്ലെസ്സിങ്സ് കൊണ്ടുവരും. ഓക്കെ, സോ അറിവുകൾ നേടൂ ആൻഡ് അതിൽ മുന്നോട്ട് പോവുകയും ചെയ്യൂ. 2 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് ഒരു നല്ല പാർട്ട്ണർ വേണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അത് പാർട്ട്ണർ റിലേഷൻഷിപ്പിലായിരിക്കാം, ബിസിനസ്സിലായിരിക്കാം, കൊലീഗ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. സോ അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, നിങ്ങളുടെ കൂടെ ഏഞ്ചലിക് റെലം അവൈലബിൾ ആണ്, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് റെലം അവൈലബിൾ ആണ്. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. ഓക്കെ, ഇനി നമുക്കെല്ലാവർക്കും ഒത്തിരി മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് അറിയാം, പക്ഷെ എല്ലാവർക്കും എല്ലാം റെഡി ആവില്ല. ചിലർക്ക് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായിരിക്കും ശരിയാവുന്നത്, ചിലർക്ക് 2 മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം. സോ പ്രേക്ഷകർക്ക് ഏത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ആണ് സൂറ്റബിൾ ആകുന്നത് ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലൂടെ മുന്നോട്ട് പോകൂ എന്നതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെ സഹായിക്കാൻ ഒരാൾ നിങ്ങളുടെ അടുത്തുണ്ട്. ഓക്കെ, അതൊരു ഫ്രണ്ടിൻ്റെ അഡ്വൈസായിട്ട് വരാം ആ ഒരു ഹെൽപ്പ്, അല്ലെങ്കിൽ ഒരാളുടെ ഫിസിക്കൽ ഹെൽപ്പ് ആകാം, അല്ലെങ്കിൽ പണം നൽകുന്നതാകാം. ഓക്കെ, പക്ഷേ ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെയും കൂടി ഒത്തിരി വളർത്തൂ. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് നല്ലതുപോലെ ഉണ്ടായിരിക്കണം പ്രേക്ഷകർക്ക് എന്നത് വളരെ കൃത്യമായിട്ടാണ് തെളിഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസിന് ഇച്ചിരിയും കൂടി ഷാർപ്പാക്കൂ. നിങ്ങൾ എവിടെയാണ് എത്ര സമയം ചെലവഴിക്കേണ്ടത് അതിൻ്റെ ഒരു റിട്ടേൺ ജേർണലിൽ എഴുതി വെക്കൂ. ഓക്കെ, ആൻഡ് ആ സമയത്തെ ഉപയോഗിക്കാൻ നോക്കൂ. 4 ഓഫ് ഫോൺസ് ആൻഡ് 6 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, വീട്ടിലെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇന്നത്തെ ദിവസം കൊടുക്കൂ. ഓക്കെ, സമാധാനം സന്തോഷം കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത്. സോ ഡിവൈൻ പീസ് ആൻഡ് ഹാർമണി എന്നത് പറയാം, അല്ലെങ്കിൽ ടുഗെദർ ഡിവൈൻ ഹാർമണി എന്നത് പറയാം. ഓക്കെ, സോ സ്വിച്ച് വേർഡ്സ് ഏറെ ചൊല്ലുക, സമാധാനം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ വീട്ടിൽ ഫ്രണ്ട്സ് വരാം. ഓക്കെ, നിങ്ങളുടെ റിലേറ്റീവ്സ് വരാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വരാം. ഓക്കെ, ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് പോസിറ്റീവ് തന്നെ ആണ് പ്രേക്ഷകർക്ക്. ചില പ്രേക്ഷകർക്ക് 685 എന്ന നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടായിരിക്കാം 685. ഓക്കെ, മെമ്മറീസ് ഓഫ് ലവ് ആണ് വരുന്നത്. എഗെയിൻ ആ ഒരു കാര്യം തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. ദാറ്റ് ഈസ് നിങ്ങളുടെ മറന്നുപോയ അല്ലെങ്കിൽ വിട്ടുപോയ കൂട്ടുകാർ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആകാം, അവരോടൊരു ഒത്തുചേരൽ. അത് ഫോണിൽ സംസാരിക്കുന്നതും ആകാം, അല്ലെങ്കിൽ അവരെ പറ്റി ഓർക്കുന്നതും ആകാം. ലൈഫ് ഇപ്പോൾ സ്മൂത്ത്ലി തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. വലിയ തടസ്സങ്ങളൊന്നും നിങ്ങൾക്കില്ല. മെറ്റീരിയൽ ആൻഡ് ഫൈനാൻഷ്യൽ ചേഞ്ചസ് വരാം. ഓക്കെ, ചില പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിവസം നല്ല ഗെയിൻ ആയിരിക്കും, എന്നാൽ ചില പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിവസം വലിയ ഗെയിൻ ഉണ്ടാകുകയില്ല. ഓക്കെ, സോ ചേഞ്ചസ് എന്തായാലും ഉണ്ട്. 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വരുന്നത്. നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നൊരു നല്ല കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ അത് കൂടുതലും ഡെവലപ്പ് ആകുകയാണ്. പ്ലസ് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ വിട്ടുപോയ ആൾക്കാർ ഇന്ന് തിരിച്ചു വരാൻ ചാൻസസ് ഉണ്ട്. ഈ എനർജി ഇന്നൊട്ട് 4 ദിവസം വരെ നിൽക്കും. ഓക്കെ, സോ ഇന്നൊട്ട് 4 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ വിട്ടുപോയ അതാരും ആകാം, അവർ തിരിച്ചു വരാനോ അല്ലെങ്കിൽ തിരിച്ചു വരാൻ ശ്രമിക്കാനോ സാധ്യതയുണ്ട്. ക്വീൻ ഓഫ് വോൺസിൻ്റെ എനർജിയിൽ നിൽക്കൂ എന്നതാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ശരിയാകും, എന്താണ് നിങ്ങളുടെ
പ്രയോറിറ്റി. ഓക്കെ, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ പോകേണ്ടവർ പോയി, അവർ തിരിച്ചു വരികയാണെങ്കിൽ അവർക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയും നോക്കേണ്ടത് ഭാവിയാണ്. ഓൾ റൈറ്റ്. സോ ക്വീൻ ഓഫ് വോൺസ് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ടീൻ വെക്കൂ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബൗണ്ടറി വെക്കൂ, നിങ്ങളുടെ വാല്യൂസ് ഇത്രയും കൂടി ഡെവലപ്പ് ആക്കൂ. ഓക്കെ, ലൈഫിൽ നിങ്ങളുടെ വാല്യൂസ് എന്തായിരിക്കണം, എങ്ങനത്തെ ആൾക്കാരായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകേണ്ടത്, ആ വാല്യൂസ് ഒക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലിയർ സെറ്റോടെ എഴുതി വെക്കൂ ഒരിടത്ത്. ഓക്കെ, 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഫാമിലി വൈസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ സമാധാനമാണ്. ചില പ്രേക്ഷകർ കറങ്ങാൻ പോകാം, ഓക്കെ, പിക്നിക്കിൽ പോകാം, കുഞ്ഞുങ്ങളുമായിട്ട് നല്ലൊരു സമയം ഇന്നത്തെ ദിവസം ചിലവാക്കാൻ പറ്റും. ആസ് എ ഫാമിലി വളരെ നല്ലൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. അതുപോലെ തന്നെ പ്രേക്ഷകരോട് പറയുന്നത് ഇന്നത്തെ ദിവസം ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ, ഓക്കെ, അതൊരു ഫോൺ കോൾ ആകാം, ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആകാം, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ജോലി ആകാം, എന്തും ആകട്ടെ, എന്ത് വന്നാലും അതിന് യെസ് പറയൂ. ഓക്കെ, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കണ്ട, നിങ്ങളത് യെസ് പറയൂ, അത് ചെയ്യാൻ ശ്രമിക്കൂ. ലെമൂരിയാണ് വന്നത്. ക്രിയേറ്റിംഗ് ഹെവൻ ഓൺ എർത്ത് ഇറ്റ്സ് ബിഗിനിങ്. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റ് വാട്ട് എവർ ഇറ്റ് മേ ബി, അത് ഫൈനാൻഷ്യൽ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, ആൻഡ് എനിത്തിങ് സ്പിരിച്വലും ആയിക്കോട്ടെ, അതിനെ പാസ്റ്റിലേക്ക് തന്നെ വെക്കൂ. ബിക്കോസ് ഇപ്പോൾ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തുടങ്ങുന്നതാണ്. പെർട്ടിക്കുലർലി ഏഞ്ചൽ നമ്പർ 1111 ആൻഡ് 2222 കാണുന്ന പ്രേക്ഷകർക്ക്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെവൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഹെവൻ ക്രിയേറ്റ് ചെയ്യുക മീൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5D ലെവലിൽ അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. 3D ലെവലിലുള്ള ക്രിയേഷനാണ് ഇനി ഉള്ളത്. അവിടെ നിങ്ങളുടെ എനർജി ഫ്രീക്വൻസി മാച്ച് ആയിരിക്കണം എന്നതാണ് ഇവിടെ പറയുന്നത്. ചില പ്രേക്ഷകർക്ക് ഏറെ ടെൻഷനുള്ള സമയമാണ്. ഓക്കെ, മൈറ്റ് ബി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്റ്റക്കായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സംഹാവ് പല ഒബ്സ്റ്റിക്കിൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏഞ്ചൽസ് പറയുന്നത് നോ നീഡ് ടു വറി. ഓക്കെ, നടക്കേണ്ട കാര്യം നടക്കേണ്ട സമയത്ത് തന്നെ നടന്നിരിക്കും. സോ വറി ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സമയാസമയത്ത് ചെയ്യാൻ ശ്രമിക്കൂ. ബാക്കി നിങ്ങൾ സറണ്ടർ ചെയ്തോളൂ എന്നതാണ് ഇവിടെ പറയുന്നത്. ഏഞ്ചൽസ് പറയുന്നത് ഇപ്പോഴത്തെ ഈ സമയം പ്രേക്ഷകർക്ക് അവരുടെ കഴിവുകൾ വളർത്തി എടുക്കുക എന്നതാണ്. ഓക്കെ, സോ നിങ്ങളുടെ കഴിവ് എന്താണ്, അത് ഓൾറെഡി പഠിക്കാനുള്ളതാണെങ്കിൽ പഠിച്ചെടുക്കൂ, ചെയ്തെടുക്കാൻ, ദാറ്റ് ഈസ് എക്സ്പീരിയൻസ് നേടേണ്ടതാണെങ്കിൽ എക്സ്പീരിയൻസ് നേടൂ. ബിക്കോസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രേക്ഷകർക്ക് വലിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരും കാണില്ല, ഇപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആരും കാണില്ല, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരും കാണില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു എനർജി റിസീവിങ് മോഡിലിരിക്കുമ്പോൾ പല സഹായം എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, ഇതെല്ലാം വ്യക്തമാകുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക ബൈ റൈറ്റിംഗ് ഇൻ ദ കമൻറ്റ്സ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർക്ക് എൻ്റെ വീഡിയോ റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.